ഹലോ മക്കളെ, കൂടുതൽ കുട്ടികളും പേടിയോടെ സമീപിക്കുന്ന പോളിനോമിയൽസ് വളരെ സിമ്പിളായി കൺസെപ്റ്റ്സുകൾ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ പഠിക്കാം എന്നാണ് നാം പരിശോധിക്കുന്നത്. പാർട്ട് 1-ൽ നാം പോളിനോമിയൽസും ക്ലാസിഫിക്കേഷൻസും എടുത്തു കഴിഞ്ഞതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായി പിൻ ചെയ്യുന്നതാണ്. ഇന്ന് പാർട്ട് 2-ൽ സീറോസ് ഓഫ് പോളിനോമിയൽ എങ്ങനെ കണ്ടെത്താം എന്നും ഒരു പോളിനോമിയൽ തന്നു കഴിഞ്ഞാൽ ഒരു നമ്പർ അതിൻ്റെ സീറോ ആണോ എന്ന് എങ്ങനെ പരിശോധിക്കാം എന്നുമുള്ള പ്രോബ്ലംസ് ആണ് ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഇതിലെ കൺസെപ്റ്റ്സ് ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ ലളിത ലേൺ വിത്ത് ലളിത ടീച്ചറുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായി എങ്ങനെയാണ് പോളിനോമിയലിന്റെ പേരുകൾ നൽകുക എന്ന് നോക്കാം. നോക്കൂ, എക്സാമ്പിളായി x² - 5x + 6 എന്ന ഈ ഒരു പോളിനോമിയലിനെ എങ്ങനെ പേര് നൽകാം? ഇതിലെ വേരിയബിൾ x ആണ് അല്ലേ? x ഉൾപ്പെടുന്ന x വേരിയബിൾ സൂചിപ്പിച്ചുകൊണ്ട് ഇതിനെ പേരുകൾ p(x), q(x), r(x) എന്നിങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അതായത് x² - 5x + 6-നെ നമുക്ക് p(x) എന്ന് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു എക്സാമ്പിൾ നോക്കാം. y ഉൾപ്പെടുന്ന ഏതെങ്കിലും ഒരു പോളിനോമിയൽ ആണെങ്കിൽ y³ + 1 y ആണ് ഇതിലെ വേരിയബിൾ. ആ വേരിയബിൾ ആണ് നമ്മൾ ഈ ബ്രാക്കറ്റിൽ എഴുതുന്നത്. ക്ലിയർ? ദെൻ ഇതിന്റെ തൊട്ടിപ്പുറത്ത് നമുക്ക് p, q, r etc ഏതെങ്കിലും ഒരു ആൽഫബറ്റ് യൂസ് ചെയ്യാം. q of y = y³ + 1. ഇങ്ങനെ നമുക്ക് z ഉൾപ്പെടുന്നതാണെങ്കിൽ r of z അല്ലെങ്കിൽ p of z ഏതെങ്കിലും രീതിയിൽ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ സീറോ ഓഫ് എ പോളിനോമിയൽ പഠിക്കുന്നതിന് മുൻപ് നമുക്ക് വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ അത് സൂചിപ്പിച്ചതാണ്. ഒന്നുകൂടി ആ വാല്യൂ ഓഫ് എ പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. നോക്കൂ, എങ്ങനെയാണ് ഒരു പോളിനോമിയൽ ഉണ്ടാകുന്നത്? ഈ നമ്മുടെ ഒരു ആവശ്യം ഒരു റെക്ടാങ്കിൾ ആകൃതിയിലുള്ള ഒരു ഗാർഡനോ വേറെ ഏതെങ്കിലും ഒരു പ്രദേശത്തെയോ നമുക്ക് അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും മാറി മാറി വരുന്ന ഒരു സന്ദർഭത്തിൽ ലെങ്ത്തിനെ x എന്നും ബ്രെഡ്ത്ത് ഫിക്സഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇതിലെ 2 എന്നും എടുക്കുകയാണെങ്കിൽ ഇതിന്റെ ചുറ്റും അതിർത്തി കെട്ടുന്നതിനെ ഫെൻസ് കെട്ടുന്നതിനെ നമുക്ക് ആവശ്യമായ മെറ്റീരിയൽ കണക്കാക്കുന്നതിന് ഇതിനെ പെരിമീറ്റർ കണക്കാക്കേണ്ട ആവശ്യം വരും അല്ലേ? എങ്കിൽ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്തായിരിക്കും? റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ഇതിന്റെ 2 × ലെങ്ത് + ബ്രെഡ്ത്ത് ആണ് എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? 2 × ലെങ്ത് + ബ്രെഡ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 × x + 2 അതായത് 2x + 4 2x + 4 എന്ന ഒരു പോളിനോമിയലാണ് ഇതിന്റെ പെരിമീറ്റർ എന്നെ സൂചിപ്പിക്കുന്നത്. ആ ലെങ്ത് മാറുന്നതിനനുസരിച്ച് ഇവിടെ വേരി ചെയ്യുന്ന മെഷർമെന്റ് ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദ സൈഡ് ആണ് അല്ലേ? ഈ ലെങ്ത് ഓഫ് ദ സൈഡ് x വേരി ചെയ്യുന്നതിനനുസരിച്ച് ഈ പോളിനോമിയലിന്റെ വാല്യൂക്കും വ്യത്യാസം വരും. അതായത് ഒരാളുടെ വീട്ടിലെ ഗാർഡന് x എന്ന് പറയുന്നത് ഒരു അളവാണെങ്കിൽ മറ്റൊരാൾ 5 യൂണിറ്റ് ആണെങ്കിൽ മറ്റൊരാളുടേത് 8 യൂണിറ്റ് ആകാം. അങ്ങനെ ആ പോളിനോമിയലിന്റെ വാല്യൂ ആ പോളിനോമിയൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യും? പെരിമീറ്ററിനെയാണ്. ഈ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ആ പെരിമീറ്റർ മാറിക്കൊണ്ടേയിരിക്കും. അതായത് 2x + 4 എന്ന ഈ പോളിനോമിയലിന്റെ സാധാരണയായി ഇതിന്റെ വേരിയബിളിനെ ഉപയോഗിച്ചുകൊണ്ട് പേര് നൽകുകയാണെങ്കിൽ p(x) എന്ന് കൊടുക്കാം. p(x) = 2x + 4 അല്ലേ? ഒരാളുടെ വീട്ടിലെ ഇതിലെ x എന്ന് പറയുന്ന ലെങ്ത് ഓഫ് സൈഡ് 5 യൂണിറ്റ് ആണെങ്കിൽ ഈ പോളിനോമിയൽ ഈ റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ഇവിടെ കാണുന്നതിന് നമ്മൾ x എന്ന വേരിയബിൾ ഉള്ള എല്ലായിടത്തും എവരിവെയർ x എന്ന നമ്പറാണ്. x എന്ന് പറയുന്ന ഒരു നമ്പറിനെ ഡിനോട്ട് ചെയ്യേണ്ടതാണ്. ആ x ഉൾപ്പെടുന്ന എല്ലായിടത്തും ഏത് നമ്പർ കൊടുക്കേണ്ടി വരും? 5 എന്ന നമ്പർ കൊടുക്കേണ്ടി വരും. നോക്കാം. അപ്പോഴേ p(x) കാണുന്നതിന് 5 കൊടുത്തു. x-ന് പകരം 5 ആണെങ്കിൽ എന്താണ് ഇതിന്റെ അർത്ഥം? 2 × x കാണുന്നത് 5 കൊടുത്തു. 2 × x + 4. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ എപ്പോഴും നിങ്ങളൊരു ചെറിയ ബ്രാക്കറ്റിൽ ഇടാൻ ശ്രദ്ധിക്കുക. കാരണം പല കുട്ടികളും ബോർഡ് മാസ്റ്ററോട് തെറ്റിച്ച് ഇത് ബ്രാക്കറ്റ് ഇല്ലെങ്കിൽ അത് തെറ്റി കാൽക്കുലേഷൻ നടത്താറുണ്ട്. നമുക്ക് ഒരു സേഫ്റ്റിക്ക് വേണ്ടി അത് ബ്രാക്കറ്റ് ഇടാം. 10 + 4 അതായത് 14 യൂണിറ്റ് എന്ന് കിട്ടും അല്ലേ? ഇവിടെ യൂണിറ്റ് എഴുതണം എന്നില്ല. പെരിമീറ്റർ ആണെങ്കിൽ 14 യൂണിറ്റ് എഴുതാം.
അതായത് 5 ആണ് ഇവിടെ എടുക്കുന്നതെങ്കിൽ ലെങ്ത് ഓഫ് സൈഡ് 5 യൂണിറ്റ് ആണെങ്കിൽ ഈ ഇതിന്റെ പെരിമീറ്റർ 14 ആയിരിക്കും. എന്നാൽ മറ്റൊരാളുടെ വീട്ടില് ഈ വാല്യൂ ലെങ്ത് ഓഫ് സൈഡ് എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണെങ്കിൽ at x equal to 2 the value of the polynomial calculate ചെയ്യുന്നതിന് p of 2 കണ്ടാൽ മതി. p of 2 എന്ന് പറയുന്നത് x എവിടെയുണ്ടോ അവിടെയെല്ലാം 2 എന്ന വാല്യൂ കൊടുക്കുക. ഇവിടെ p of 2 equal to 2 into 2 plus 4 2 into 2 plus 4 എന്ന് വരും. അതായത് 4 plus 4 8 എന്ന് കിട്ടും. 8 യൂണിറ്റ് ആയിരിക്കും പെരിമീറ്റർ. ഇങ്ങനെ കിട്ടുന്ന ഈ വാല്യൂവിനാണ് ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. പോളിനോമിയലിന്റെ വാല്യൂ അല്ലേ, വേരിയബിൾ മാറുന്നതിനനുസരിച്ച് പോളിനോമിയലിന്റെ വാല്യൂവിനും മാറ്റം വരാം. ഇനി പെരിമീറ്റർ അല്ല മറ്റൊരു സന്ദർഭമാണെങ്കിൽ ഇവിടെ എക്സിന് പകരം -2 കൊടുത്തു നോക്കുക അല്ലെ. പെരിമീറ്റർ ആവുമ്പോൾ എക്സ് -2 ആവില്ല. എന്നാൽ വേറെ സാഹചര്യങ്ങളിൽ, ഇതുപോലെയുള്ള വേറെ സാഹചര്യങ്ങളിൽ നമുക്ക് പോളിനോമിയൽസ് ഓരോ സാഹചര്യത്തിനും അനുസരിച്ച് പോളിനോമിയൽസ് ഉണ്ടാകും അല്ലെ. ഓരോ ആവശ്യങ്ങൾക്കും അനുസരിച്ച് പോളിനോമിയൽസ് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും. ഫോർമുലകളാണത്. ആ പോളിനോമിയൽസ് ഇവിടെ എക്സിന് -2 കൊടുത്താൽ ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്താകും? p of -2 equal to 2 into -2 plus 4 എന്ന് വരും. This is equal to positive into negative, positive into negative, negative 2 into 2 4, negative 4 plus 4 അതായത് 0 എന്നാണ് വരുന്നത്. പോളിനോമിയലിന്റെ വാല്യൂ at x equal to -2 polynomial value of the polynomial equal to 0. The value of the polynomial ഏത് റിയൽ നമ്പർ വേണമെങ്കിലും നമുക്ക് കിട്ടാം. ഇവിടെ 14 കിട്ടി, ഇവിടെ 8 കിട്ടി, ഇവിടെ ആണെങ്കിൽ 0 ആണ് കിട്ടുന്നത്. അപ്പോൾ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എനി റിയൽ നമ്പർ നമുക്ക് വാല്യൂ ആയിട്ട് കിട്ടാം. മനസ്സിലായില്ലേ? അത് 0യും ഉൾപ്പെടാം എന്നർത്ഥം. ഈ പോളിനോമിയലിന്റെ വാല്യൂ ചില സമയത്ത് വേരിയബിളിന് ഏതെങ്കിലും ഒരു വില കൊടുക്കുന്ന സമയത്ത് 0 ആയും വരാം. ഇങ്ങനെ പോളിനോമിയലിന്റെ വില 0 ആകുമ്പോൾ ആ പോളിനോമിയലിന്റെ മൊത്തത്തിലുള്ള വില 0 ആകുന്ന സമയത്ത് നമ്മുടെ വേരിയബിളിനെ ഏത് റിയൽ നമ്പർ ആണോ കൊടുക്കുന്നത് ഇതിനെയാണ് നമ്മൾ 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ അതായത് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ എപ്പോഴാണോ 0 വരുന്നത് ആ സമയത്ത് നമ്മൾ ഇതിന്റെ വേരിയബിളിന് ഒരു വാല്യൂ കൊടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ. -2 എന്ന വാല്യൂ ഈ എക്സ് കാണോട്ട് കൊടുത്തപ്പോഴാണ് ഇതിന്റെ വാല്യൂ പോളിനോമിയലിന്റെ മൊത്തം വാല്യൂ 0 ആയി മാറിയത്. അപ്പോൾ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകാൻ വേണ്ടി നമ്മൾ എന്താണോ വേരിയബിളിന് കൊടുത്ത വാല്യൂ നമ്പർ, റിയൽ നമ്പർ, ആ റിയൽ നമ്പറിനെയാണ് 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. 0 ആണെങ്കിൽ ആദ്യം വാല്യൂ ഓഫ് ദ പോളിനോമിയൽ കാണാൻ നമുക്കറിയണം. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ ഏതെങ്കിലും ഒരു സമയത്ത് എക്സിന്റെ വാല്യൂ കൊടുക്കുന്ന സമയത്ത് 0 ആയിട്ട് വരാം. ആ എക്സ് വാല്യൂവിനെയാണ് അല്ലെങ്കിൽ അതിന്റെ വേരിയബിളിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് 0 ഓഫ് ദാറ്റ് പോളിനോമിയൽ എന്ന് പറയുന്നത്. നോക്കൂ മക്കളെ, നമുക്കിവിടെ ഒരു പോളിനോമിയൽ തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. x0 x -1 ഇങ്ങനെ ആകുമ്പോൾ ഈ പോളിനോമിയലിന്റെ വാല്യൂ എത്ര എന്നാണ് ചോദ്യം. ഇങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ പോളിനോമിയലിനെ ഒരു പേര് നൽകുക എന്നുള്ളതാണ്. ആ പോളിനോമിയലിന്റെ നെയിം നമുക്ക് p of x ആണ് വേരിയബിൾ എങ്കിൽ p of x എന്ന് കൊടുത്ത് നോക്കാം. p of x equal to 5x minus 4x square plus 3 എന്ന് നോട്ട് ചെയ്യാം. ക്ലിയർ ആണല്ലോ അല്ലേ? ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? at x equal to 0 ഫസ്റ്റ് കണ്ടു നോക്കാം. at x equal to 0 എന്തായിരിക്കും ഈ പോളിനോമിയലിന്റെ വാല്യൂ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ x കാണുന്ന എല്ലായിടത്തും ഏത് നമ്പർ പകരം വെക്കണം? 0 വെക്കണം എന്നർത്ഥം. 0 കൊടുക്കണം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 0 എന്ന നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. p of 0 ആണ് ഈ പോളിനോമിയലിന്റെ വാല്യൂ. p of 0 x കാണുന്നോട്ട് 0 കൊടുത്തു. p of 0 എന്ന് പറയുന്നത് ഈ പോളിനോമിയലിൽ എക്സിന് പകരം 0 ആകുമ്പോൾ ഈ പോളിനോമിയലിന്റെ വാല്യൂ ആണ്. വാല്യൂ ഓഫ് ദ പോളിനോമിയൽ p of 0 അത് എത്രയാണ് എന്ന് നോക്കാം. നോക്കൂ, 5 into എക്സിന് പകരം 0. ഓക്കെ, നമ്മൾ തെറ്റാതിരിക്കാൻ ഇതൊരു ബ്രാക്കറ്റിൽ
ഇടുകയാണ് നമുക്ക് സേഫ്റ്റി. ദാറ്റ് ഈസ് മൈനസ് 4 ഇൻറ്റു എക്സ് സ്ക്വയർ. 4 ഇൻറ്റു എക്സിന് പകരം 0, 0 സ്ക്വയർ. ക്ലിയർ? അടുത്തത് പ്ലസ് 3. എന്താണ് ഈ 0? ഇവിടെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ വരുന്നത് പ്രൊഡക്റ്റ് ആയി വരുന്നത് ബ്രാക്കറ്റിൽ ഇടണം എന്ന് പറയുന്നതിന്റെ കാര്യം, പല കുട്ടികളും ക്ലാസ്സിൽ ചെയ്യുമ്പോൾ ഇത് തെറ്റാറുണ്ട്. അവർക്ക് ഈ 0 ഇതിനോട് കൂടി ചേർത്ത് 0 മൈനസ് 4 എന്നൊക്കെ ചെയ്ത് അങ്ങനെ ആകെ ബോഡ്മാസ് റൂളൊക്കെ തെറ്റിച്ചാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ പോളിനോമിയലിന്റെ വാല്യൂ കൊടുക്കുമ്പോൾ ഇത് തെറ്റാതിരിക്കാൻ നന്നായി അറിയുന്ന കുട്ടികളുണ്ടാവും, പക്ഷേ അങ്ങനെ സംശയമുള്ള ഡൗട്ടുള്ള കുട്ടികളും വരാൻ സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടിയാണ് നല്ലത് ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇടുക. അങ്ങനെയാണെങ്കിൽ 5 ഇൻറ്റു 0 എത്രയാണ്? 0 ആണ് അല്ലേ? മൈനസ് 4 ഇൻറ്റു 0 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയല്ലേ? അപ്പോൾ ഈ വാല്യൂ 0 തന്നെയായി. പ്ലസ് 3, അതായത് പി ഓഫ് 0 ഈക്വൽ ടു 3 എന്നാണ് വാല്യൂ വന്നത്. പോളിനോമിയലിന്റെ വില പി ഓഫ് 0 ഈക്വൽ ടു 3. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്താണ് വാല്യൂ കാണാൻ ചെയ്യേണ്ടത്? വേരിയബിളിന് തന്ന വാല്യൂ നമ്മൾ ഈ പോളിനോമിയലിനെ ആ വേരിയബിൾ വരുന്ന എല്ലായിടത്തും ആ നമ്പർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ക്ലിയർ അല്ലേ? പി ഓഫ് 0 ആകുമ്പോൾ മക്കളെ മറ്റൊരു എളുപ്പവഴി പറഞ്ഞുതരാം. പി ഓഫ് 0, ഈ പോളിനോമിയലിന്റെ പി ഓഫ് 0 എന്ന വാല്യൂ കൊടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ മൾട്ടിപ്പിൾ ചോയ്സിൽ ഒക്കെ വന്നാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയല്ലേ. 0 ആണെങ്കിൽ ഈ എക്സ് കാണുന്നപ്പോൾ 0 പോയില്ലേ, പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? ഈ കോൺസ്റ്റന്റ് ടേം മാത്രമായിട്ട് വരും, പോസിറ്റീവ് 3. അതായത് പി ഓഫ് 0 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ടേം ഓഫ് ദ പോളിനോമിയൽ ആയിരിക്കും. ഓർക്കുക, പി ഓഫ് 0 എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ടേം ആയിരിക്കും. കോൺസ്റ്റന്റ് ഏതാണോ അതിൽ കോൺസ്റ്റന്റ് ടേം ആയിട്ട് വരുന്നത് അതാണ് പി ഓഫ് 0. ഇത് ഓർത്തു വെക്കുക, അല്ലാതെ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയം കളയേണ്ടതില്ല എന്നർത്ഥം. ഇവിടെ -3 ആണെങ്കിൽ -3 എന്ന ആൻസർ വരും അല്ലേ? നെക്സ്റ്റ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് എക്സ് -1 എന്നാണ്. x ഈക്വൽ ടു -1 പോളിനോമിയലിന്റെ വാല്യൂ എന്തായിരിക്കും? പോളിനോമിയലിന്റെ വാല്യൂ പി ഓഫ് എക്സ് കാണുന്നോട്ട് -1, പി ഓഫ് -1, പി ഓഫ് -1. ഓക്കെ, ഇത് എത്രയായിരിക്കും എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മൾ എപ്പോഴും ഈ പോളിനോമിയല് നമ്മുടെ കണ്ണിന് മുന്നിൽ തന്നെ ഉണ്ടായിട്ട് ഇവിടെ തന്നെ പി ഓഫ് എക്സ് എടുത്ത് ഇതാണ് കൂടുതൽ നല്ലത്. ഇവിടെ പി ഓഫ് -1 ഈക്വൽ ടു 5 ഇൻറ്റു -1, 5 ഇൻറ്റു -1 മൈനസ് 4 ഇൻറ്റു -1 സ്ക്വയർ, 4 ഇൻറ്റു -1 സ്ക്വയർ. പല കുട്ടികളും തെറ്റാറുള്ളത് ഇവിടെയാണ്. മിക്ക കുട്ടികൾക്ക് തെറ്റ് വരാറുള്ള ഇതാണ്. -1 സ്ക്വയർ എന്നിട്ട് ഇങ്ങനെ എഴുതും. മനസ്സിലായല്ലോ? 4 -1 സ്ക്വയർ എന്ന് പറയുന്നത് -1 തന്നെ എഴുതാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നെഗറ്റീവ് വന്നാൽ അതൊരു ചെറിയ ബ്രാക്കറ്റ് കൊടുക്കുക, എക്സ്പോണന്റ് ബ്രാക്കറ്റ് പുറത്തിടുക. ക്ലിയർ? അതിന്റെ ഇവിടെ നമുക്ക് ബ്രാക്കറ്റ് വേണമെങ്കിൽ ഈ ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ആക്കാം. 2 ബ്രാക്കറ്റ് വരുന്നുണ്ടല്ലോ ഉള്ളിൽ വേണമെങ്കിൽ. നെക്സ്റ്റ് പ്ലസ് 3, അതായത് ദിസ് ഈക്വൽ ടു പോസിറ്റീവിന്റെ നെഗറ്റീവ്. നമ്മൾ ഇതിന്റെ ബേസിക് പോസിറ്റീവ് നെഗറ്റീവ് നമ്പേഴ്സിന്റെ ഓപ്പറേഷൻസ് ആണ്. നിങ്ങൾക്കത് അറിയുന്നില്ലെങ്കിൽ അത് നിങ്ങൾ ഇത് ഈ ലെസൺ പഠിക്കുന്നതോടൊപ്പം തന്നെ അത് അതിന്റെ ബേസിക് നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട് കേട്ടോ. നിങ്ങൾ ടീച്ചേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ള ആരോടെങ്കിലോ, അല്ലെങ്കിൽ അതും സൗകര്യമില്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കണ്ടോ, അതോടനുബന്ധിച്ചുള്ള യൂട്യൂബ് വീഡിയോസോ എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ആ കൺസെപ്റ്റ് അവിടെ ക്ലിയർ ആക്കണം. അല്ലെങ്കിൽ നമ്മുടെ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒന്നും പഠിക്കാത്ത ആ പോയിന്റ് വെച്ച് നമ്മുടെ 9th മാത്സിന് മാർക്ക് പോകും അല്ലേ? 9th പഠിക്കാമെന്ന് വിചാരിച്ചാൽ പറ്റാത്തത് ഇങ്ങനെയുള്ള ചില ബേസിക്കുകൾ നമുക്ക് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അത് ക്ലിയർ ആക്കുക. -5 മൈനസ് 4 ഇൻറ്റു -1 സ്ക്വയർ. നമുക്കറിയാം -1 ഇൻറ്റു -1 ആണ്. ഇവിടെ ഈവൺ നമ്പർ ആണെങ്കിൽ, പവർ ഈവൺ നമ്പർ ആണെങ്കിൽ എപ്പോഴും നെഗറ്റീവ് നമ്പറിന്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. ഓർക്കുക, പവർ ഈവൺ നമ്പർ ആണെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും. അതായത് +1 ആയിരിക്കും ഇതിന്റെ. അത് ബ്രാക്കറ്റ് കൊടുക്കുക. +3. ഓർക്കുക, -1ന്റെ ക്യൂബ് ആയിരുന്നുവെങ്കിൽ ഇതിന്റെ വാല്യൂ 3 എന്നുള്ളത് ഓഡ് നമ്പർ ആണ്, -1 കൊടുക്കും. -1 ടു പവർ 10 ആണെങ്കിൽ 10 ഈവൺ നമ്പർ ആണ്. അതുകൊണ്ട് നെഗറ്റീവ് നമ്പറിന്റെ പവർ 10 ആണെങ്കിൽ അതൊരു +1 ആണ് ആൻസർ വരിക. ഈ ഒരു ഐഡിയ മനസ്സിലാക്കിയിരിക്കണം.
is equal to -5 minus 4 plus 3. ഇവിടെയും പല കുട്ടികൾക്ക് മിസ്റ്റേക്ക് വരാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം. ആദ്യം പ്ലസ് ഉള്ള നമ്പർ എടുത്തേക്കുക. പ്ലസ് ഇവിടെ 3 മാത്രമേ ഉള്ളൂ. കൂടുതലുണ്ടെങ്കിൽ 3 പ്ലസ് 3 എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ മതി. ഇനി മൈനസ് ഉള്ള എല്ലാവരോട് -5 -4 മൈനസ് കോമൺ ആയിട്ട് എഴുതിയിട്ട് ബാക്കി രണ്ടെണ്ണം ബ്രാക്കറ്റ് കൊടുത്താൽ മതി. 5 + 3 മൈനസ് പുറമെ എടുത്ത് കഴിഞ്ഞു. 5 + 3 5 + 4 5 + 4 ക്ലിയർ ആയില്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് -5 + -4 അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്തോളൂ. കണക്കിനൊക്കെ മാത്സിനെ കുറിച്ച് വിഷമമുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. 3 പിന്നെ ഇതിൽ രണ്ടിലും നെഗറ്റീവാണ്, മൈനസ് ആണ്. അതുകൊണ്ട് 3 മൈനസ് കോമൺ ആയിട്ട് എടുത്ത് ബാക്കി ഇതിൽ മൈനസ് കഴിഞ്ഞാൽ ബാക്കി +5 ഇതിൽ +4 അതാണ് ഇവിടെ. 3 - 9 ഈ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്താൽ നെഗറ്റീവ് സൈൻ ഇടണം. 9 - 3 ചെയ്താൽ മതി 6. അതിന് 3ൽ നിന്ന് 9 കുറച്ചാൽ 6 അല്ലേ? അപ്പൊ -6 P of -1 equal to -6 എന്ന് കിട്ടും. അതായത് നമ്മൾ പറയുന്ന വാല്യൂ ഈ പോളിനോമിയലിലെ എക്സ് വേരിയബിൾ കാണുന്നിടത്ത് ചേർത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇങ്ങനെയാണ് നമ്മൾ വാല്യൂ കാണേണ്ടത്. ഇതൊരു എക്സസൈസിലെ പ്രോബ്ലം ആണ് കേട്ടോ. നെക്സ്റ്റ് പ്രോബ്ലം നോക്കൂ. P of x x - 1 into x + 1 ആണ്. നമുക്ക് at x equal to 0 1 ആണ് വാല്യൂ കാണേണ്ടത്. മക്കളെ നിങ്ങൾക്ക് P of x തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് P of 0 ആണ്. എക്സിന് പകരം 0 കൊടുക്കുകയാണ്. at x equal to 0. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ കോൺസ്റ്റന്റ് കൃത്യമായിട്ട് പെട്ടെന്ന് അറിയാൻ പെട്ടെന്ന് സാധിക്കണം എന്നില്ല. പക്ഷെ നിങ്ങൾ ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ എളുപ്പമാണ്. x - 1 into x + 1 x² - 1 എന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു സൂത്രം ചെയ്താൽ മതി. ബ്രാക്കറ്റ് ഇത് രണ്ട് എക്സ്പ്രഷനുകൾ തമ്മിൽ എക്സ്പാൻഡ് ചെയ്യുന്നതിന് പകരം ആ വാല്യൂ ഇവിടെ തന്നെ കൊടുത്താൽ മതി. 0 - 1 into 0 + 1. ഓക്കെ, -1 into +1 equal to -1. മനസ്സിലായില്ലേ? ഇത് x - 1 into x + 1 ആയതുകൊണ്ട് നമുക്ക് x² - 1 എക്സ്പാൻഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. പക്ഷേ വേറെ ഏതെങ്കിലും ആണ് എക്സ്പ്രഷൻസ് ആയിരുന്നുവെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചിലപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ഇത് എക്സ്പാൻഡ് ചെയ്യാതെ തന്നെ ബ്രാക്കറ്റിൽ വെച്ച് തന്നെ നമുക്ക് ആ വേരിയബിളിന്റെ വാല്യൂ ഇവിടെ കൊടുത്തുകൊണ്ട് പോളിനോമിയലിന്റെ വാല്യൂ കണ്ടെത്താനായിട്ട് സാധിക്കും. അതായത് P of 0 equal to -1 എന്നർത്ഥം. നെക്സ്റ്റ് P of 1 ഇതുപോലെ തന്നെ കാണാം. P of 1 equal to ബ്രാക്കറ്റിൽ 1 - 1 into 1 + 1 അതായത് എത്ര കിട്ടി? 0 into 2 that is equal to 0. കണ്ടോ? ഈ പോളിനോമിയലിന്റെ വാല്യൂ 0 മൊത്തം വാല്യൂ അങ്ങോട്ട് 0 ആയി പോവാണ്. പോളിനോമിയലിന്റെ വാല്യൂ 0 ആയി മാറുകയാണ്. ഇവിടെ പോളിനോമിയലിന്റെ വാല്യൂ -1 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് പോളിനോമിയലിന്റെ വാല്യൂ ഏതെങ്കിലുമൊക്കെ റിയൽ നമ്പർ ആയിട്ട് കിട്ടും അല്ലെ? ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വാല്യൂ വന്നപ്പോൾ ഇവിടെ 0 ആയി വരികയാണ്. ഇങ്ങനെ മൊത്തം പോളിനോമിയലിന്റെ വാല്യൂ 0 ആകാൻ വേണ്ടി നമ്മൾ വേരിയബിളിന് കൊടുക്കുന്ന ആ പർട്ടിക്കുലർ റിയൽ നമ്പർ ഉണ്ടല്ലോ, ആ റിയൽ നമ്പർ 1, ആ 1നെയാണ് ഈ പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത്. ഒരു പോളിനോമിയലിന്റെ വാല്യൂ ഇതിന്റെ വേരിയബിൾ ഏതോ ഒരു വേരിയബിളിന്റെ ഏതോ ഒരു വിലയ്ക്ക് 0 ആയി മാറും. ഒരു വിലയ്ക്കോ രണ്ട് വിലയ്ക്കോ അത് ആ പോളിനോമിയലിനെ അടിസ്ഥാനമാക്കിയിരിക്കും. അപ്പൊ P of x എന്ന് പറയുന്ന ഈ പോളിനോമിയലിന്റെ മൊത്തം വാല്യൂ തന്നെ 0 ആകാൻ വേണ്ടി നമ്മൾ വേരിയബിൾ സ്വീകരിക്കുന്ന ആ വാല്യൂവിനെയാണ്, നമ്പറിനെയാണ് ഈ പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത്. 0 of the polynomial, 0 of this polynomial equal to 1. 0 of this polynomial equal to 1. 0 of the polynomial എന്ന ടോപ്പിക്കിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നോക്കൂ, ഇവിടെ രണ്ട് പ്രോബ്ലം ആണ് എഴുതിയിരിക്കുന്നത്. P of x equal to x - 2. x equal to 2 ആകുമ്പോൾ ഈ പോളിനോമിയലിന്റെ വാല്യൂ എത്രയാണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. നോക്കാം, x equal to 2 ആകുമ്പോൾ പോളിനോമിയലിന്റെ വാല്യൂ equal to P of 2 ആയിരിക്കും. ഓക്കെ, P of 2 ആണ് ഈ പോളിനോമിയലിന്റെ വാല്യൂ. ആ P of 2 ഏത് നമ്പർ ആണ് എന്ന് കിട്ടുന്നതിന് 2 - 2
എക്സ് കാണോട്ട് 2 എഴുതി 2 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. അതായത് നമ്മൾ പി ഓഫ് 2 എന്ന വാല്യൂ 0 ആണ്. പോളിനോമിയലിന്റെ വാല്യൂ എപ്പോ എക്സ് ഈക്വൽ ടു 2 ആകുന്ന സമയത്ത് പോളിനോമിയലിന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇംപ്ലൈസ് ഇതിൽ നിന്ന് കിട്ടുന്നത് 0 ഓഫ് ദിസ് പി ഓഫ് എക്സ് 0 ഓഫ് എക്സ് മൈനസ് 2 ഈ പോളിനോമിയലിലെ 0 ഓഫ് എക്സ് മൈനസ് 2 ഈസ് ഏതാണ് വേരിയബിളിന്റെ വാല്യൂ 2. ക്ലിയർ? പോളിനോമിയലിന്റെ വാല്യൂ എപ്പോഴാണോ 0 ആകുന്നത് ആ സമയത്ത് വേരിയബിളിൽ സ്വീകരിക്കുന്ന ആ നമ്പർ തന്നെയാണ് അതിന്റെ 0 എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകാൻ ഇവിടെ നമ്മൾ എക്സിന് പകരം 2 ആണ് കൊടുത്തത്. അതുകൊണ്ട് 0 ഓഫ് ദിസ് പോളിനോമിയൽ ഈക്വൽ ടു 2. സിമ്പിൾ ആണ്. നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കൂ. പി ഓഫ് y എന്നുള്ളത് 2y plus 1 ആണത്രേ. നമുക്ക് y ഈക്വൽ ടു നെഗറ്റീവ് ഹാഫ് ആകുമ്പോൾ ഈ പോളിനോമിയലിന്റെ വാല്യൂ എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. പി ഓഫ് y ഈക്വൽ ടു 2y plus 1 ആണെങ്കിൽ പി ഓഫ് yക്ക് പകരം നെഗറ്റീവ് 1/2 ആണ് കൊടുക്കുന്നത്. പി ഓഫ് നെഗറ്റീവ് 1/2 ഈക്വൽ ടു എങ്ങനെയാണ് മക്കളെ 2 ഇൻറ്റു ഇവിടെ ഓപ്പറേഷൻ 2 ഉണ്ട്. ഓപ്പറേഷൻ ഇവിടെ 2നും yക്കും ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ക്ലിയർ? 2 ഇൻറ്റു yക്ക് പകരം നമ്മൾ നെഗറ്റീവ് ഹാഫ് എന്ന് കൊടുക്കുകയാണ്. ക്ലിയർ? ഇത് ബ്രാക്കറ്റിൽ ഇടുക പ്ലസ് 1 ദിസ് ഈക്വൽ ടു 2 ക്യാൻസൽ ആയി പോകുമല്ലോ. ബാക്കിയുള്ളത് നെഗറ്റീവ് 1 ആണ്. നെഗറ്റീവ് 1 പ്ലസ് 1 ഇത് എത്രയാണ് 0 ആണ്. ഇപ്പൊ എന്താ നമുക്ക് കിട്ടിയത്? പി ഓഫ് നെഗറ്റീവ് ഹാഫ് ഈക്വൽ ടു ഈ വാല്യൂ എന്നത് പോളിനോമിയലിന്റെ വാല്യൂ എത്രയായി 0 ആയി. ഏത് സമയത്ത് എക്സിന് വേരിയബിളിന് നെഗറ്റീവ് ഹാഫ് കൊടുക്കുമ്പോൾ ദിസ് ഇംപ്ലൈസ് 0 ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 0 ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു എത്രയാണ് നെഗറ്റീവ് ഹാഫ് ആണ്. നെഗറ്റീവ് ഹാഫ് മനസ്സിലായോ? എന്താണ് 0 എന്ന്? സിമ്പിൾ അല്ലേ? അപ്പൊ 0 കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? വാല്യൂ കൊടുക്കുമ്പോൾ ഏത് വിലയ്ക്കാണോ ആ പോളിന് വേരിയബിളിന് വ്യത്യസ്ത വിലകൾ കൊടുക്കുന്ന സമയത്ത് ഏത് വിലയ്ക്കാണോ നമ്മൾ ആ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകുന്നത് ആ നമ്പറിനെയാണ് ഈ പോളിനോമിയലിന്റെ 0 എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് മനസ്സിലായി അല്ലേ? 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ആ എക്സ് വേരിയബിളിന് പകരം ആ വാല്യൂ എടുത്തിട്ട് കൊടുത്താൽ മതി. എന്നാൽ ചെക്ക് ചെയ്യാനല്ല ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ പോളിനോമിയലിന്റെ 0 കണ്ടുപിടിക്കുക. ഫൈൻഡ് ദ 0 ഓഫ് ദ പോളിനോമിയൽ. ഫൈൻഡ് ദ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് എല്ലാ വാല്യൂം ഇട്ട് നോക്കി പരിശോധിക്കുന്നതിന് പകരം എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നെക്സ്റ്റ് നമ്മൾ പറയുന്നത്. നോക്കൂ, ഇവിടെ ഫൈൻഡ് ദ 0 ഓഫ് ദ പോളിനോമിയൽ എന്നതാണ് പ്രോബ്ലം. പോളിനോമിയൽ തന്നിട്ടുണ്ട് x-1 എന്നാണ്. നമ്മൾ അതിനെ പി ഓഫ് എക്സ് എന്ന് എഴുതി. ഇങ്ങനെ തരുന്ന സമയത്ത് നിങ്ങളുടെ ചോദ്യം ഈ പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഈ നമ്പർ ഉണ്ടല്ലോ, ഇത് 0 ആകണം എന്നുള്ളതാണ്. എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ആണല്ലോ. ഈ നമ്പർ 0 എപ്പോഴാണ് ആകുക എന്നുള്ളതിനെ കിട്ടുന്നതിന് നമ്മൾ ഒരു കാര്യം ചെയ്താൽ മതി. ഈ പി ഓഫ് എക്സ് എന്ന പോളിനോമിയലിനെ 0യുമായി ഇക്വേറ്റ് ചെയ്യാണ്. ഇത് 0 ആകണം. പി ഓഫ് എക്സ് എന്ന പോളിനോമിയൽ 0 ആകണം. ഇതിനെയാണ് പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പോളിനോമിയൽ ആണെങ്കിൽ അത് നമ്പറുമായി ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് പോളിനോമിയൽ ഇക്വേഷൻ വരുന്നത്. ഇക്വേഷൻ വരണമെങ്കിൽ ഈക്വൽ സൈൻ ഇടണമല്ലോ. പോളിനോമിയൽ ഇക്വേഷൻ എഴുതി നോക്കുകയാണ്. പോളിനോമിയൽ ഇക്വേഷൻ നോക്കി നോക്കുക. എക്സ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന x-1 ഈക്വൽ ടു 0. x-1 ഈക്വൽ ടു 0 എന്നതിൽ എക്സിന്റെ വാല്യൂ എത്രയാണെന്നാണ് കാണേണ്ടത്. ഈ ലീനിയർ ഇക്വേഷൻ എങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാറ്? എക്സ് കാണുന്നതിന് നമുക്ക് എക്സിന്റെ കൂടെയുള്ള -1 ഇവിടുന്ന് ഒഴിവാക്കേണ്ടതുണ്ട് അല്ലേ? x-1 ഏത് നമ്പർ ഇതിനോട് ആഡ് ചെയ്താലാണ് എക്സ് മാത്രം കിട്ടുക? 0. എക്സ് പ്ലസ് 0 വരണം. പ്ലസ് 0 അല്ലെങ്കിൽ ഇവിടെ +1 ചെയ്യണം. അങ്ങനെ തന്നെ രണ്ട് സൈഡിലും അത് നമുക്ക് +1 ചെയ്യണം. അങ്ങനെയാണ് ഇവിടെ എക്സ് പ്ലസ് 0 ആയി മാറുന്നത്. ഈ നമ്പറാണ് 0 ആയി മാറുന്നത്. അങ്ങനെയാണ് ഇവിടെ 1 എന്ന് വരുന്നത് അല്ലേ? അല്ലാതെ വെറുതെ x-1 ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ +1 എന്ന് പറഞ്ഞ് പല കുട്ടികളും പഠിക്കാറുണ്ട്. തെറ്റാണ്. -1 ഒരിക്കലും
വലത് സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് പോവില്ല, ഓടിപ്പോയി ചെന്നിരിക്കുകയല്ല അവിടെ ചെയ്തത്. മനസ്സിലായോ? ആ -1 നമ്മൾ ഇല്ലാതെയാക്കാൻ എക്സിന് എക്സ് പ്ലസ് 0 ആണ് ഐഡന്റിറ്റി, അഡിറ്റീവ് ഐഡന്റിറ്റി 0 ആണ്. എക്സിനോട് 0 ആഡ് ചെയ്താൽ മാത്രമേ ഇവിടെ എക്സ് തന്നെ വരുള്ളൂ ലെഫ്റ്റ് സൈഡിൽ. ആ 0 ആക്കാൻ വേണ്ടി നമ്മൾ -1 ഒഴിവാക്കുന്നതിന് അതിന് +1 ആഡ് ചെയ്യണം. -1 + 1 ആണ് 0. ആ +1 ലെഫ്റ്റ് സൈഡിൽ ആഡ് ചെയ്താൽ അതേ നമ്പർ തന്നെ റൈറ്റ് സൈഡിലും ആഡ് ചെയ്യണം. അങ്ങനെയാണ് എക്സ് പ്ലസ് 0 = 1, എക്സ് = 1 എന്ന് പറയുന്നത്. മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെട്ടെന്ന് എക്സ് -1 മനസ്സിൽ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ എഴുതി കാണിക്കണം എന്നില്ല. എക്സ് +1 എന്ന് എഴുതാം. അതായത് എക്സ് =1, ദാറ്റ് ഈസ് എന്താണ്, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോഴാണ്, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോഴാണ് ഈ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകുന്നത് മക്കളെ. എന്താണ്, എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ നമുക്ക് ഈ നോട്ടത്തിൽ അറിയാം 1 - 1 ആണ് 0 അല്ലേ? ചെക്ക് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ 1 ആകുമ്പോൾ ഈ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകും. അതായത് ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ എക്സ് =1, ഇതിനെയാണ് ഈ എക്സിന്റെ വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഈ ഇക്വേഷന്റെ റൂട്ട് എന്ന് പറയുന്നത്. റൂട്ട് ഓഫ് ദ ഇക്വേഷൻ, റൂട്ട് ഓഫ് ഏത് ഇക്വേഷൻ, x - 1 = 0, root of p of x = 0. അതായത് x - 1 = 0 = 1. ഇത് തന്നെയാണ് മറ്റൊരു പേര് പറയുന്നത്, 0 of p of x = 1. ഇത് രണ്ടും ഒരേ കാര്യമാണ്. പോളിനോമിയൽ ആണെങ്കിൽ 0 എന്ന് പറയും, ഇക്വേഷൻ ആണെങ്കിൽ അതിന്റെ റൂട്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? വേരിയബിളിന്റെ വാല്യൂവിനെ ഇക്വേഷൻ ആണെങ്കിൽ റൂട്ടും, പോളിനോമിയൽ മാത്രമാണെങ്കിൽ അതിന്റെ 0 ഓഫ് ദ പോളിനോമിയൽ എന്നും പറയും. അപ്പൊ 0 ഓഫ് ദ പോളിനോമിയൽ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ദ പോളിനോമിയൽ ഇക്വേഷൻ ആണ്. ഇനി ചില സ്പെഷ്യൽ കേസുകൾ പറയാനുണ്ട്. കോൺസ്റ്റന്റ് പോളിനോമിയലിന്റെ 0 എന്തായിരിക്കും എന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് 5 എന്ന പോളിനോമിയൽ, കോൺസ്റ്റന്റ് പോളിനോമിയൽ ആണ് 5. 5ന്റെ 0 എന്താണ് എന്നാണ്. 5ൽ ഏത് എക്സ് വേരിയബിളിന് ഏത് വില കൊടുത്താൽ ഈ പോളിനോമിയലിന്റെ വില 0 ആകും എന്നല്ലേ പരിശോധിക്കേണ്ടത്. 5 എന്ന് പറയുന്നത് 5x⁻0 ആണ്, ആണല്ലോ, നമ്മൾ പറഞ്ഞു വെച്ചതാണ്. x⁻0 = 1 ആണ്. 5 × 1, അതായത് 5 എന്ന് പറയുന്നത് 5x⁻0 ആണ്. ഈ എക്സിന് ഏതെങ്കിലും ഒരു വില കൊടുത്താൽ ഇത് 0 ആകുമോ എന്നാണ് ചോദ്യം. ആയിരിക്കോ? x⁻0 എപ്പോഴും 1 അല്ലേ? എക്സിന് 1 കൊടുത്താൽ 1⁻0, അതായത് വീണ്ടും ഇത് 1 ആയി വരും അല്ലേ? എക്സിന് ഏത് വാല്യൂ ആണെങ്കിലും ഈ ഒരു നമ്പർ എത്രയായിട്ട് വരും? 1 ആയിട്ടാണ് വരിക. ക്ലിയർ? 0 ആകുമ്പോഴേ ഇത് 0 ആകുള്ളൂ. പക്ഷെ ഇത് 0 ഒരിക്കലും വരില്ല. x⁻0 എന്ന് പറയുന്നത് 1 ആണ്. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് പോളിനോമിയലിനെ 0 എന്തല്ല, കിട്ടില്ല എന്നർത്ഥം, ഉണ്ടാവില്ല. ഒരു കോൺസ്റ്റന്റ് പോളിനോമിയലിനും 0 ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ zeros. ക്ലിയർ? കോൺസ്റ്റന്റ് പോളിനോമിയൽ ഹാസ് നോ 0. അങ്ങനെയാണെങ്കിൽ 0 പോളിനോമിയലിനോ? 0 പോളിനോമിയൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. 0 അല്ലേ? 0 പോളിനോമിയൽ, ഇതിനെ നമുക്ക് വേണമെങ്കിൽ എല്ലാ കോയിഫിഷ്യന്റും 0 വരുമ്പോഴാണ് 0 പോളിനോമിയൽ വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് 0x⁵5 + 0x⁴ + 0x⁵2 പ്ലസ് എന്തെങ്കിലും 0. പക്ഷേ ഇതാണ് 0 പോളിനോമിയൽ. എല്ലാ കോയിഫിഷ്യന്റും 0 വരുമ്പോഴല്ലേ ഇത് മൊത്തമായിട്ട് 0 വരുള്ളൂ. ഇതിന്റെ 0 ഏതാണെന്നാണ് ചോദ്യം. ഈ പോളിനോമിയലിന്റെ 0 എക്സിനെ ഏത് വാല്യൂ നിങ്ങൾ കൊടുത്തു നോക്കിയാലും 1 കൊടുത്തു നോക്കൂ. 1⁵5 1 ആണ്. 1 × 0 0. ഇതിലും അതുപോലെ 0 ആകും, ഇതും 0 ആകും, ഇതും 0 ആകും, അതായത് മൊത്തം 0 ആകും. അതായത് 1 is a 0 of this 0 polynomial. ഇതുപോലെ 2 കൊടുത്താൽ ഇൻറ്റു 0 വരുന്നത് കൊണ്ട് ഇത് 0 ആകും. ഈ ടേമും 0, എല്ലാം 0 ആയി മാറും. അതായത് ഈ മൊത്തം 0 ആയിട്ട് മാറും. അത് മനസ്സിലായില്ലേ? എക്സാമ്പിൾ ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. 0 × 1⁵5 + 0 × 1⁴ + 0 × 1² + 0. എന്താണ് മക്കളെ ഇത്? 0 × 1.
0 into 1⁵ 1 ആണ്. ഒരു 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത് 0 ആയി. ഇതും 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 ആയി. 0 ആയി. അതായത് ഇത് മൊത്തം 0 ആയി മാറി എന്നർത്ഥം. എക്സിനെ 1 കൊടുത്തു നോക്കിയപ്പോൾ ഇത് 0 ആയി. അതായത് 1 is the root of this 0 polynomial. ഇതുപോലെ 2 കൊടുത്താലും 2⁵ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 0 തന്നെയാകും. ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും എക്സിനെ ഇതിന്റെ വേരിയബിളിനെ ഏത് റിയൽ നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ഈ 0 പോളിനോമിയൽ എത്ര തന്നെയായിട്ട് വരും? 0 തന്നെയായിട്ടാണ് വാല്യൂ വരുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എവരി റിയൽ നമ്പർ ഈസ് എ 0 ഓഫ് 0 polynomial. Every real number is a 0 of the 0 polynomial. Clear? അപ്പോൾ 2 പോയിന്റ് ആണ് പറഞ്ഞത്. കോൺസ്റ്റന്റ് പോളിനോമിയലിന് 0 ഉണ്ടാവില്ല എന്നും അതുപോലെ 0 പോളിനോമിയലിന് എല്ലാ റിയൽ നമ്പറും 0 പോളിനോമിയലിന് 0 ആണ് എന്നുമാണ് പറഞ്ഞത്. ക്ലിയർ? നമുക്കിനി ഒരു ലീനിയർ പോളിനോമിയലിന്റെ 0 കാണാൻ ലീനിയർ പോളിനോമിയൽ 2x - 3 അങ്ങനെ ആ രീതിയിലുള്ളത്, അതായത് എക്സാമ്പിൾ ജനറൽ ഫോം ax + b, ഇതാണ് ഒരു ലീനിയർ പോളിനോമിയൽ എന്നിരിക്കട്ടെ. ഇതിന്റെ 0 കാണാൻ എങ്ങനെ കാണാം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ പോളിനോമിയലിനെ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം? 0യുമായി ഇക്വേറ്റ് ചെയ്യാം. പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ടാക്കാം അല്ലേ? ഇതിൽ നിന്ന് ax എന്തായിരിക്കും? +b. ഇവിടെ 0 ആവണമെങ്കിൽ -b ചെയ്യണം, അവിടെ -b ചെയ്യാം. അതായത് -b x = -b. ഇവിടെ a ഒഴിവാക്കുന്നതിന് a ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി അതേതാണ്? 1 ആണ്. ഇത് 1 ആണെങ്കിൽ a/a ചെയ്യണം. a/a ചെയ്താൽ മാത്രമേ ഇത് 1 ആയി വരുള്ളൂ. ആ ഡിവിഷൻ ഇവിടെയും ചെയ്യണം. അതായത് -b/a എന്നർത്ഥം. അല്ലാതെ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെന്ന് അങ്ങോട്ട് പോകുമ്പോൾ അത് ഡിവിഷനായി വരും എന്നല്ല അത് പറയേണ്ടത്. മനസ്സിലാക്കേണ്ടത്, കൺസെപ്റ്റ് മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ്. അപ്പോൾ x = -b/a is the root of ax + b. അതായത് ഇതാണ് റൂട്ട്, ഈ ഇക്വേഷന്റെ റൂട്ട്. അതായത് 0 of ax + b എന്തായിരിക്കും? 0 of ax + b. ഈ ലീനിയർ ഇക്വേഷന്റെ 0 എന്ന് പറയുന്നത് എന്താണ്? -b/a ആണ്. ax + b, എക്സിന്റെ കോഎഫിഷ്യന്റ് ഇത് കോൺസ്റ്റന്റ്. അതായത് -b/a. വൈകാട്ട് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മൾ 0നോട് ഇക്വേറ്റ് ചെയ്താൽ മതി. ഇങ്ങനെയും ഒരു കാര്യം ഉണ്ട് എന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ax + b-നെ 0 കാണാൻ -b/a, കോൺസ്റ്റന്റ്, നെഗറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് എക്സ് എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ലിയർ? അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് സീറോസ് പല ക്വസ്റ്റ്യനും പല പ്രോബ്ലംസും ചെയ്തതിൽ നിന്ന് നമുക്ക് കിട്ടിയ കുറച്ച് ഒബ്സർവേഷൻസ് നമുക്കിവിടെ ശ്രദ്ധിക്കാം. നോക്കൂ മക്കളെ, നമുക്ക് കുറച്ച് ഒബ്സർവേഷൻസ് നമ്മൾ ചെയ്തതിൽ നിന്ന് കുറച്ച് ഒബ്സർവേഷൻസ് നോക്കാം. സീറോ ഓഫ് എ പോളിനോമിയൽ നീഡ് നോട്ട് ടു ബി 0. 0 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലിന്റെ 0 ആകണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ p(1) ആകാം 0 അല്ലേ? പോളിനോമിയലിന്റെ വാല്യൂ 0 ആകുന്നത് എക്സിന് 1 കൊടുക്കുമ്പോഴാകാം. അതായത് p(x)ന് 0 കൊടുക്കുമ്പോൾ ചിലപ്പോൾ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകാം. അതായത് പോളിനോമിയലിന്റെ 0 എന്ന് പറയുന്നത് 0 എന്ന നമ്പർ ആകണം എന്ന് നിർബന്ധമില്ല. 0യും ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റിയൽ നമ്പറും ആകാം. ക്ലിയർ? നെക്സ്റ്റ്, 0 may be a 0 of a polynomial. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് 0 നമുക്ക് പോളിനോമിയലിന്റെ 0 ആകാൻ സാധ്യതയൊക്കെ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് നമുക്കിപ്പോ ഉദാഹരണത്തിന് 2x² - x എന്ന പോളിനോമിയലില് എക്സിനെ ഏത് വാല്യൂ കൊടുക്കുമ്പോഴാണ് ഈ പോളിനോമിയൽ 0 വരിക? എക്സിനെ 0 കൊടുത്തു നോക്കൂ, 0², 0. അപ്പൊ ഇത് 0 ആയി, 0 - 0 അതായത് 0 ആയി മാറും. അതായത് എക്സിന് 0 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ ഈ പോളിനോമിയൽ 0 ആകാം അല്ലേ? അതുകൊണ്ട് 0യും ഒരു 0 പോളിനോമിയലിന്റെ 0 ആയിട്ട് ഈ രണ്ട് 0 തമ്മിൽ വ്യത്യാസം ശ്രദ്ധിക്കണം. 0 ഓഫ് എ പോളിനോമിയലും നമ്മുടെ ഈ 0യും തമ്മിൽ വ്യത്യാസമുണ്ട്. 0 ഓഫ് എ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ പോളിനോമിയലിന്റെ വാല്യൂ 0 ആകുന്ന വേരിയബിളിന്റെ വിലയാണ്. ഇത് പറയുന്നത് നമ്മുടെ ഏതൊരു റിയൽ വാല്യൂ, അതായത് 0 എന്ന റിയൽ നമ്പർ ഒരു പക്ഷേ ആ പോളിനോമിയലിനെ 0 ആക്കി മാറ്റാം, മൊത്തമാക്കി 0 ആക്കി മാറ്റാം അല്ലേ? വേരിയബിളിന് 0 എന്ന നമ്പർ വില കൊടുക്കുമ്പോൾ ഒരു പക്ഷേ ആ മൊത്തം പോളിനോമിയലിന്റെ വാല്യൂവും 0 ആയി മാറാം. അതാണ്
സീറോ മേ ബി എ സീറോ ഓഫ് എ പോളിനോമിയൽ. മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് പോയിന്റ്സ്. നെക്സ്റ്റ്, എവരി ലീനിയർ പോളിനോമിയൽ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ സീറോ. ലീനിയർ പോളിനോമിയലെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 2x - 1. ഇതിലെ എക്സിന് ഏത് വില കൊടുത്താൽ, ഒരു വില കൊടുത്താൽ, ഒരു വാല്യൂ കൊടുത്താൽ മാത്രമേ, ഇതിൽ എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ മാത്രമേ ഈ 2x - 1 എന്നത് പോളിനോമിയൽ സീറോ ആവുള്ളൂ. ഏതാണ് ആ വാല്യൂ? നമ്മൾ പറഞ്ഞു ഇക്വേഷൻ ആക്കി മാറ്റി നോക്കാമെന്ന്. 2x - 1 = 0 ആക്കി കൊടുത്താൽ 2x = 1 കിട്ടും, x = ½ എന്ന് കിട്ടും. അതായത് ഈ എക്സിന് ഹാഫ് കൊടുത്താൽ മാത്രമേ ഈ പോളിനോമിയൽ എന്തായി വരുള്ളൂ, സീറോ ആയി മാറുള്ളൂ. എക്സിന് നിങ്ങൾ വേറെ ഏത് നമ്പർ കൊടുത്താലും ഈ പോളിനോമിയലിന്റെ വില സീറോ ആയിട്ട് മാറില്ല. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ, ഇതൊരു ലീനിയർ പവർ 1 അല്ലേ, ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ സീറോ, ഇതിന്റെ സീറോ എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമേ ഉണ്ടാകൂ എന്നർത്ഥം. സീറോ ഓഫ് ദിസ് പോളിനോമിയൽ. കേട്ടല്ലോ? എക്സിന് ഒരു വാല്യൂ കൊടുത്താൽ മാത്രമേ ഇതിനെ സീറോ ആക്കി മാറ്റുള്ളൂ, അല്ലാതെ വേറെ ഉണ്ടോ? നോക്കൂ, അടുത്ത പോയിന്റ് നോക്കൂ. എ പോളിനോമിയൽ ക്യാൻ ഹാവ് മോർ ദാൻ വൺ സീറോ. എന്നാൽ വേറെ ഏതെങ്കിലും പോളിനോമിയലിനെ സീറോസ് കൂടുതൽ ഉണ്ടാകാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം, x² - 2 എന്ന പോളിനോമിയൽ p of x ഇതാണെന്ന് ഇരിക്കട്ടെ, x² - 2 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിനെ എക്സിന് ഏതൊക്കെ വില കൊടുത്താൽ ഈ നമ്പർ സീറോ ആയിട്ട് വരും. ഈ നമ്പർ സീറോ ആവണമെങ്കിൽ എക്സിന് ഏത് വില കൊടുക്കണം? നമ്മൾ പറഞ്ഞു ഇക്വേഷൻ, പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. x² - 2 = 0, x² = 2, x ഏതായിരിക്കും? x² 2 ആണെങ്കിൽ √2, വെറും √2 മാത്രമാണോ? √2 × √2 മാത്രമല്ല, -√2 ഇൻറ്റു -√2ഉം, -√2 പ്ലസ് ആവാം അല്ലെങ്കിൽ -√2 ആവാം. +√2 × +√2 2 ആണ്. -√2 × -√2 നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് ആണ്, അതായത് 2 തന്നെയാണ്. ക്ലിയർ? നോക്ക് മക്കളെ, ഇവിടെ ഒരു പ്രോബ്ലം എഴുതിയിട്ടുണ്ട്. വെരിഫൈ വെദർ 2 and 0 ആർ ദ സീറോസ് ഓഫ് ദ പോളിനോമിയൽ x² - 2x എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ. അതിന് നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പോളിനോമിയൽ x² - 2x ആണ് അല്ലേ? ഇതിനെ നമുക്കൊരു പേര് കൊടുക്കാം, p of x = x² - 2x. ക്വസ്റ്റ്യൻ, x 0 ആകുമ്പോഴും x 2 ആകുമ്പോഴും ഇത് ഈ x 0-യും x 2-ഉം, അതിന്റെ 0-യും 2-ഉം ഇതിന്റെ സീറോസ് ആണോ എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എക്സിന്റെ വാല്യൂ 0 ആകുമ്പോൾ ഈ പോളിനോമിയലിന്റെ സീറോ വാല്യൂ ആണോ എന്ന് ചെക്ക് ചെയ്യണം. നോക്കാം നമുക്ക്. x = 0, then p of x കാണുന്നോടത്തൊക്കെ 0 കൊടുക്കുക. p of 0 = 0² - 2 × 0. That is 0² 0 × 0 0 -0, അതായത് 0 ആണ്. ഇതിനകത്ത് എന്താണ്? p of 0 = 0 ആണ്. ആ പോളിനോമിയലിന്റെ വാല്യൂ, ഇതാണ് വാല്യൂ. ആ വാല്യൂ എത്ര കിട്ടുന്നു? 0 കിട്ടുന്നു. This implies, ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണ്? 0 is the 0, x-ന്റെ വാല്യൂ 0 ആണ്. 0 is a zero of the polynomial of ഏതാണ് പോളിനോമിയൽ? x² - 2x. ക്ലിയർ അല്ലേ? 0 is a zero of x² - 2x. നെക്സ്റ്റ്, x2 എന്നുള്ളത്, ആ 2 എന്ന വാല്യൂ ഈ പോളിനോമിയലിന്റെ 0 ആണ് എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പോളിനോമിയലിലെ p of x-ന് പകരം 2 കൊടുത്ത് നോക്കുകയാണ്. p of 2 കണ്ടുപിടിക്കുകയാണ് അല്ലേ? പോളിനോമിയലിന്റെ വാല്യൂ എത്രയാണ് നോക്കാം. p of 2 = 2² - 2 × 2, 2² - 2 × 2 അല്ലേ? x കാണോട്ട് 2 കൊടുത്തു, 2² - 2 × 2. ക്ലിയർ? ദാറ്റ് ഈസ് 4 - 4. അപ്പോഴും എത്ര തന്നെയാണ് കിട്ടിയത്? പോളിനോമിയലിന്റെ വാല്യൂ 0 ആയി വരികയാണ്. ഈ പോളിനോമിയലിന്റെ മൊത്തം വാല്യൂ 0 ആയി വരികയാണ്. മനസ്സിലായില്ലേ? വേരിയബിളിന്റെ വാല്യൂ 2 കൊടുക്കുമ്പോൾ ഈ പോളിനോമിയലിന്റെ മൊത്തം വാല്യൂവും എത്രയായി വരികയാണ്? 0 ആയിട്ട് വരികയാണ്. ദാറ്റ് ഈസ് p of 2 എന്ന
വാല്യൂ 0 ആകുന്നു. therefore അല്ലെങ്കിൽ implies എന്താണ്? 2 is a 0. 2 is a 0 of ഏതിന്റെ x² മൈനസ് 2x. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. 0 ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്. ആ പോളിനോമിയലിനെ ആ തന്ന വാല്യൂസ്, തന്ന നമ്പേഴ്സ് കൊടുത്തു നോക്കിക്കൊണ്ട് നമുക്ക് മൊത്തം പോളിനോമിയലിന്റെ വാല്യൂ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്, ഈ പോളിനോമിയലിനെ x² മൈനസ് 2x എന്ന പോളിനോമിയലിനെ ഇപ്പൊ എത്ര 0 കിട്ടി? കണ്ടോ, ഇവിടെ ഒരു 0 കിട്ടി. ഏത് 0 എന്നുള്ളത് പോളിനോമിയലിന്റെ 0 ആണ്. അതുപോലെ 2 എന്നുള്ളതും പോളിനോമിയലിന്റെ 0 തന്നെയാണ്. അതായത് ഈ പോളിനോമിയലിന് 2 സീറോസ് ആണ് കിട്ടിയത്. ഏതാണ് സീറോസ്? 0യും 2ഉം ആ പോളിനോമിയലിന്റെ സീറോസ് ആണ്. അതായത് ഒന്നിൽ കൂടുതൽ സീറോസ് ഒരു പോളിനോമിയലിന് വരാം. ലീനിയർ പോളിനോമിയൽ ആണെങ്കിൽ അതിന് ഒരു 0 മാത്രമേ ഉണ്ടാവൂ. പക്ഷേ ലീനിയറിന്റെ മീതെയുള്ള പോളിനോമിയൽക്ക് ഡിഗ്രി കൂടുന്തോറും അതിന്റെ സീറോസിന്റെ എണ്ണവും കൂടും. ഇതായത് ഇവിടെ ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് അതിന് 2 സീറോസ് ഉണ്ടാകാം. മനസ്സിലായില്ലേ? 2 സീറോസ്. അതായത് ക്വാഡ്രാറ്റിക് പോളിനോമിയലിന് 2 സീറോസ് വരാൻ സാധിക്കും. അതിന് 3, 4 അങ്ങനെ ഡിഗ്രി കൂടുന്തോറും അതിന്റെ സീറോസിന്റെ എണ്ണത്തിനും മാറ്റം വരാം. ക്ലിയർ ആയില്ലേ? അതായത് ലീനിയർ പോളിനോമിയലിന് ഒരു 0 മാത്രമേ, ഓൺലി 1 0 ലീനിയർ പോളിനോമിയലിന്. അതേസമയം അതിന്റെ മീതെയുള്ള ഏത് ഡിഗ്രി കൂടുതലുള്ള ഏത് പോളിനോമിയലിനും നമുക്ക് 1ൽ കൂടുതൽ സീറോസ് ഉണ്ടാകും എന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സിലെ ശ്രദ്ധിക്കുക, ഇത്തരം പോയിന്റ്സ് ഒക്കെ മൾട്ടിപ്പിൾ ചോയ്സിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ട ഒബ്സർവേഷൻസ് എന്തൊക്കെയായിരുന്നു? ഒരു പോളിനോമിയലിന്റെ 0 ആകണം എന്ന് നിർബന്ധമില്ല. നീഡ് നോട്ട് ബി 0 അല്ലേ? 0 ഓഫ് എ പോളിനോമിയൽ നീഡ് നോട്ട് ബി 0 ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഇവിടെ 0 വരാം. ഇവിടെ 0 പോളിനോമിയലിന്റെ 0 ആയിട്ട് വരാം. പക്ഷേ 0 ആകണം എന്ന് നിർബന്ധമില്ല. ഇവിടെ 2ഉം 0 തന്നെയല്ലേ? അപ്പൊ 0 ആകണം എന്ന് നിർബന്ധം പറയാൻ പറ്റില്ല. ഒരു പോളിനോമിയലിന്റെ 0 എന്ന റിയൽ നമ്പർ ആകണം എന്ന് നിർബന്ധമില്ല. രണ്ടാമത്തെ പോയിന്റ് നമുക്ക് പറയാനുള്ളത്, 0 മേ ബി എ 0 ഓഫ് എ പോളിനോമിയൽ. 0യും ഒരു പോളിനോമിയലിന്റെ 0 ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. മൂന്നാമത്, ലീനിയർ പോളിനോമിയലിന് ഒരു 0 മാത്രമേ ഉണ്ടാവൂ. പിന്നെ നമ്മൾ പറഞ്ഞത് ഒരു പോളിനോമിയലിന് 1ഓ 1ൽ കൂടുതലോ 0 ഉണ്ടാകാം എന്നുള്ളതാണ് നമ്മൾ 4 ഒബ്സർവേഷൻസ് കണ്ടെത്തിയത്. 3 തരം പ്രോബ്ലംസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒന്ന്, പോളിനോമിയലിന്റെ വാല്യൂ കണ്ടെത്തൽ അല്ലേ? രണ്ടാമത്, പോളിനോമിയലിന്റെ 0 ആണോ എന്ന് ചെക്ക് ചെയ്യല്. മൂന്നാമത്, പോളിനോമിയലിന്റെ സീറോസ് കണ്ടെത്തൽ. 3 ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 3 ടൈപ്പിൽ ഒരു പ്രോബ്ലം കൂടി ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. നോക്കൂ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ പോളിനോമിയൽ x മൈനസ് 2 into 2x മൈനസ് 5 at x equal to 2 എന്നാണ്. പോളിനോമിയലിന്റെ വാല്യൂ കാണാനായിരുന്നു നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തത് അല്ലേ? നോക്കൂ, ആദ്യം നമ്മൾ p of x, ഇതിന് ഒരു പേര് കൊടുക്കുകയാണ്. p of x o q of x o എന്തെങ്കിലും. അതായത് x മൈനസ് 2 into 2x മൈനസ് 5. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് at x equal to 2 ആണ്. at x equal to 2 p of വാല്യൂ എന്തായിരിക്കും? x equal to 2 ആവുമ്പോൾ ഈ പോളിനോമിയലിന്റെ വാല്യൂവിനാണ് p of 2 എന്ന് പറയുന്നത്. p of 2 അത് എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം. നോക്കൂ, എക്സിന് പകരം 2 കൊടുക്കുകയാണ്. അതായത് 2 മൈനസ് 2 ഇവിടെ തന്നെ കൊടുത്താൽ മതി. ബ്രാക്കറ്റിൽ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്രൊഡക്റ്റിനെ എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾ വാല്യൂ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് ഇതിൽ തന്നെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. അതായത് 2 മൈനസ് 2 ഇൻറ്റു 2 ഇൻറ്റു 2 2 ഇൻറ്റു 2 മൈനസ് 5 അല്ലേ? ദിസ് ഈക്വൽ ടു 2 മൈനസ് 2 0 ഇൻറ്റു ഇത് 4 മൈനസ് 5 നെഗറ്റീവ് 1. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 0. അതായത് വാല്യൂ ഓഫ് ദ പോളിനോമിയൽ അറ്റ് എക്സ് ഈക്വൽ ടു 2 ഈക്വൽ ടു 0. ക്ലിയർ? ഈ വാല്യൂ 0 ആണ് കിട്ടിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം പറയാം. ഇവിടെ ചോദിച്ചിട്ടില്ലെങ്കിലും ഈ 2 എന്ന വാല്യൂ ഈ പോളിനോമിയലിന്റെ 0 ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ക്ലിയർ അല്ലേ?
നെക്സ്റ്റ് ടൈപ്പിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യാനാണ്, സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ്. വെരിഫൈ whether x equal to negative m by l is a zero of the polynomial lx plus m. നോക്കൂ, നമുക്ക് തന്ന പോളിനോമിയൽ lx plus m ആണ്. ഇതിനെ നമുക്ക് p of x എന്നാണ്. x ആണ് ഇതിലെ വേരിയബിൾ, x ആണ്. l ഉം m ഉം കോൺസ്റ്റന്റ്സ് ആണ് അല്ലേ. p of x equal to lx plus m. x ആണ് വേരിയബിൾ എന്ന് വേരി ചെയ്യുന്നത് x ആണ് എന്ന് മനസ്സിലാക്കണം. ഇനി നമുക്ക് അതിന്റെ എക്സിന്റെ വാല്യൂ തന്നത് നെഗറ്റീവ് എം ബൈ എൽ ആണ്. അതിന്റെ എക്സ് ഈക്വൽ ടു നെഗറ്റീവ് എം ബൈ എൽ. പോളിനോമിയലിന്റെ വാല്യൂ എന്തായിരിക്കും? പി ഓഫ് നെഗറ്റീവ് എക്സ് കാണോട്ട് നെഗറ്റീവ് എം ബൈ എൽ, നെഗറ്റീവ് എം ബൈ എൽ ഈക്വൽ ടു നോക്കാം എൽ ഇൻറ്റു നെഗറ്റീവ് എം ബൈ എൽ അല്ലേ. എൽ ഇൻറ്റു നെഗറ്റീവ് എം ബൈ എൽ ബ്രാക്കറ്റിലിടുക കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ വന്നാൽ ബ്രാക്കറ്റിലിടുന്നത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. പ്ലസ് എം. ക്ലിയർ? നമ്മുടെ എല്ലും എല്ലും ക്യാൻസലായി. നെഗറ്റീവ് എം പ്ലസ് എം എത്രയാണ്? പോസിറ്റീവ് എമ്മും നെഗറ്റീവ് എമ്മും ആഡ് ചെയ്താൽ സീറോ ആണ് അല്ലേ. സെയിം നമ്പറാണ്, മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. പോസിറ്റീവ് എമ്മും നെഗറ്റീവ് എമ്മും അഡീഷനിലെ സമ്മ എന്ന് പറയുന്നത് സീറോ ആണ്. അതായത് പി ഓഫ് negative m by l equal to 0 implies, therefore എന്താണ്? നെഗറ്റീവ് m by l is a 0. നെഗറ്റീവ് m by l നെഗറ്റീവ് വേരിയബിളിന്റെ വാല്യൂ ആയിട്ട് കൊടുത്തില്ലേ. നെഗറ്റീവ് m by l is a 0 of the polynomial, is a 0. Clear? Negative m by l is a 0 of the given polynomial lx plus m. അപ്പോൾ എങ്ങനെയാണ് സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് സീറോ കണ്ടെത്തല് എന്നതാണ് നെക്സ്റ്റ് ടൈപ്പ്. ഫൈൻഡ് ദി സീറോ ഓഫ് ദ പോളിനോമിയൽ p of x equal to ax എന്നാണ്. നമ്മൾ എന്താ ചെയ്യേണ്ട സ്റ്റെപ്പ്? സ്റ്റെപ്പ് 1 എന്താണ്? ആ സീറോ കണ്ടെത്താനുള്ള ഒരു പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾ പോളിനോമിയൽ ഇക്വേഷൻ എടുത്തെഴുതണം. ആ പോളിനോമിയൽ ഇക്വേഷന്റെ റൂട്ട് കണ്ടെത്തലാണ് നമ്മുടെ മാർഗം അല്ലേ. അതായത് പോളിനോമിയൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ആ പോളിനോമിയലിനെ ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യണം? സീറോയുമായി ഇക്വേറ്റ് ചെയ്യണം. പി ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ax ആണ്. ax ഈക്വൽ ടു 0. ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും a നോട്ട് ഈക്വൽ ടു 0 എന്നും കൂടി ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. a ഒരു സീറോ അല്ലാത്ത ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്, റിയൽ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ ax 0 ആവണമെങ്കിൽ a എന്ന നമ്പറിനെ ഏത് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ 0 കിട്ടൂ? 0 കൊണ്ട് x ഇവിടെ 0 ആയാൽ മാത്രമേ നമുക്ക് 5 into 0 ആണെങ്കിൽ മാത്രമേ 0 കിട്ടൂ. അതായത് x ഈക്വൽ ടു 0 എന്ന് നമുക്ക് ഇവിടെ തന്നെ എഴുതാൻ സാധിക്കും. അല്ലെങ്കിൽ നമുക്ക് x ഈക്വൽ ടു എങ്ങനെ പറയാം? പല കുട്ടികളും തെറ്റിയിട്ട് 0 മൈനസ് a എന്ന് എഴുതി പോകാറുണ്ട്. ക്ലാസ്സിലെ കുട്ടികൾക്ക് സംഭവിക്കുന്നതാണിത്. അതായത് 0 മൈനസ്, ഇവിടെ പോസിറ്റീവ് എ അല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് മൈനസ് എ ആയിട്ട് ചെല്ലും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഒരു വാല്യൂ അങ്ങോട്ട് ചെല്ലുന്നതല്ല. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇവിടെ ax എന്നുള്ളതിനെ നമുക്ക് x into 1 ആക്കണം അല്ലെ. എക്സിനെ അതിന്റെ ഐഡന്റിറ്റി മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇവിടെ, മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡന്റിറ്റി ആക്കണം. അതായത് 1 ആക്കി മാറ്റണമെങ്കിൽ a എന്ന മൾട്ടിപ്ലിക്കേഷൻ അതിനെ a by a വരേണ്ടതുണ്ട് അല്ലേ. ഡിവിഷൻ വരണം. a ഡിവൈഡഡ് ബൈ a വന്നാൽ മാത്രമേ ഇവിടെ 1 ആയി വാല്യൂ മാറൂ. ആ ഒരു സൈഡിൽ മാത്രമല്ല, ഇക്വേഷനിലെ രണ്ട് സൈഡിലും ആ ഡിവിഷൻ ചെയ്യേണ്ടതുണ്ട്. ഈ x ഈക്വൽ ടു 0 വേരിയബിളിന്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? റൂട്ട് ഓഫ് x. ഇക്വേഷൻ ആവുമ്പോൾ റൂട്ട് എന്ന് പറയും. റൂട്ട് ഓഫ് x ഈക്വൽ ടു 0 ഈസ് 0. ക്ലിയർ? ദാറ്റ് ഈസ് 0 is a 0 of the polynomial, given polynomial. ഇങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതേണ്ടത് കേട്ടോ. അതായത് നമുക്ക് 0 ആണ് ഇതിന്റെ ആൻസർ. എക്സിന്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ax എന്ന് പറയുന്ന പോളിനോമിയൽ 0 എന്ന വാല്യൂവിലേക്ക് വരുള്ളൂ. ക്ലിയർ? അപ്പോൾ 0 ഈസ് എ 0 of a polynomial, 0 of the polynomial 0യും വരാം എന്ന് പറഞ്ഞാൽ ഏത് റിയൽ നമ്പറും വരാം.
സീറോ ഉൾപ്പെടുന്ന ഏത് റിയൽ നമ്പറും ഒരു പോളിനോമിയലിന്റെ സീറോ ആയി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഈ കേസിൽ സീറോ ആണ് ഈ പോളിനോമിയലിന്റെ സീറോ എന്ന് പറയുന്നത്. ക്ലിയർ? ഇന്ന് നമ്മൾ എന്താണ് പഠിച്ചത്? നമ്മൾ ഇന്ന് വാല്യൂ ഓഫ് ദ പോളിനോമിയലും സീറോ ഓഫ് എ പോളിനോമിയലുമാണ് ഡിസ്കസ് ചെയ്തത്. ഓൾജിബ്രയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പീഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ബാക്ക് അടിച്ച് നിങ്ങൾ വീഡിയോ ഒന്നുകൂടി കണ്ടു നോക്കൂ. ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഡൗട്ട് വെച്ച് നമ്മൾ അടുത്ത കൺസെപ്റ്റിലേക്ക് കടക്കാൻ പാടില്ല. അത് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രം നമ്മൾ അടുത്ത കൺസെപ്റ്റ് പഠിക്കുമ്പോഴേക്കും അത് ക്ലിയർ ആക്കുക. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ കാണും വരെ ബൈ.